Dear students, in the last class we discussed about the wools from animals. Okay, so നമ്മൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് നമ്മൾ ഈ സോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വൂൾസ്. ആ വൂൾസ് സോർട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെയുള്ള വർക്കേഴ്സ്, ആ സോർട്ടിങ് നടത്തുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, സോ അവർക്ക് ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആന്ത്രാക്സ് ആണ് അത് കോസ് ചെയ്യുന്നത്. ആന്ത്രാക്സ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ, ഓക്കെ, ബാസില്ലസ് ആന്ത്രാക്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇത് കോസ് ചെയ്യുന്നത്. എന്താണ്? ബാക്ടീരിയ ഇൻഫെക്ഷൻ വിച്ച് കോസസ് എ ഫേറ്റൽ ബ്ലഡ് ഡിസീസ്. ഓക്കെ, ഇറ്റ്സ് എ ഫേറ്റൽ ബ്ലഡ് ഡിസീസ് കോൾഡ് സോർട്ടേഴ്സ് ഡിസീസ്. ഇതിനെ നമുക്ക് സോർട്ടേഴ്സ് ഡിസീസ് എന്നും പറയാം. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ നമ്മൾ ആ വർക്ക് മൂലം നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ അവർക്ക് ഡസ്റ്റ് അലർജി വരും. ഓക്കെ, ഡസ്റ്റ് ക്ലോത്തിൽ നിന്ന് പൊടികൾ വന്നിട്ട് എന്താവും, അവർക്ക് അലർജീസ് കോസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ നമ്മളെ വർക്ക് ചെയ്യുന്ന ഏരിയാസിൽ നിന്ന് ആ വർക്ക് മൂലം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്നാണ് മൊത്തമായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് നമ്മൾ ഈ വൂൾ ഇൻഡസ്ട്രീസിൽ സോർട്ടിങ് വഴി അവിടെ ഈ ഒരു ആന്ത്രാക്സ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ആ ഇൻഫെക്ഷനെ നമ്മൾ പറയുന്നത് സോർട്ടേഴ്സ് ഡിസീസ് എന്നാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി സിൽക്ക് ഫൈബേഴ്സ്. ഓക്കെ, ദി സിൽക്ക് ഫൈബേഴ്സ് ഓൾസോ obtained from animal fibers, റൈറ്റ്? നമുക്ക് ഇതും എന്താണ്, ഒരു നാച്ചുറൽ ഫൈബർ ആണ് അല്ലേ, സിൽക്ക്. ഇറ്റ് ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. So, the silkworms. So, silk is obtained from silkworms. ഓക്കെ, സോ സിൽക്ക് വേംസിൽ നിന്നാണ് കിട്ടുന്നത്. സോ നമ്മൾ എന്താണ്, ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈ സിൽക്കിനെ റിയർ ചെയ്യണം അല്ലേ. റിയർ മീൻസ് നമ്മളതിനെ വളർത്തണം. ഓക്കെ, സോ ദി റിയറിങ് ഓഫ് സിൽക്ക് വേംസ് ഫോർ ഒബ്റ്റെയിനിങ് സിൽക്ക് ഇസ് കോൾഡ് സെറികൾച്ചർ. Okay, the rearing of silkworms for obtaining silk is called sericulture. Okay, മനസ്സിലായല്ലോ? So in this box I gave some common names of silkworms. Mulberry silkworms, early silkworms, okay, etc. അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം കേട്ടോ. So next we are discussing life history or life cycle of silk moth. When the eggs of the silk moth hatch, larvae are produced called caterpillars or silkworms. So in this picture you can see adult moth. Okay, so this is a female adult moth. Okay, this is a female adult moth. So the female moth lays many tiny eggs on the leaves. Okay, you can see here. The female moth lays many tiny eggs on the leaves. Okay, so these eggs
this eggs produces larvae. Okay, you can see in this picture, this is larva. Okay, this larvae is called caterpillar or silkworms. Okay, so the female silk moth lays eggs from which hatch larvae, which are called caterpillars or silkworms. So this caterpillar or larvae feed on mulberry leaves for about 3 to 4 weeks. Okay, each larvae or caterpillar spin a cocoon around itself. Okay, അവർക്ക് ചുറ്റും അവരെന്ത് ചെയ്യും, ഒരു കൊക്കൂൺസ് ഫോം ചെയ്യും. യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. ഓക്കെ, ഒരു കൊക്കൂൺസ് ഫോം ചെയ്യും അവർക്ക് ചുറ്റും. ഓക്കെ, then this caterpillar change into a pupa. Okay, this so the cocoonsനുള്ളിൽ എന്താണുള്ളത്, caterpillars ഉണ്ട്, അതെന്താവും ചേഞ്ച് ചെയ്തിട്ട് പ്യൂപ്പ ആയിട്ട് മാറും. Okay, then it turns to an adult moth. Okay, മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിള്. ഓക്കെ, ഫസ്റ്റ് ഒരു ഫീമെയിൽ അഡൾട്ട് മോത്ത് എഗ്ഗ് ലേ ചെയ്യും. ദെൻ അത് ഹാച്ച് ചെയ്ത് ഒരു ലാർവെ പുറത്ത് വരുന്നു. ദെൻ ദിസ് ലാർവെ സ്പിൻ എ കൊക്കൂൺസ് അറൗണ്ട് ഇറ്റ് സെൽഫ്. ദെൻ ദി കാറ്റർപില്ലർ ടേൺസ് ടു പ്യൂപ്പ. ഓക്കെ, ദെൻ ടു അഡൾട്ട് മോത്ത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ കാറ്റർപില്ലർ ഒരു കൊക്കൂൺസ് അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഫ്രം ദിസ് കൊക്കൂൺസ് വി ആർ ഗെറ്റിംഗ് ദി സിൽക്ക് ത്രെഡ്സ്. ഓക്കെ, ഫ്രം ദിസ് കൊക്കൂൺസ് വി ആർ ഗെറ്റിംഗ് സിൽക്ക് ത്രെഡ്സ്. ഓക്കെ, we are getting different types of silks because of the different types of silk moths. Okay, there are different types of silk moths present here, so we are getting different types of silks also. So the most common silk moth is mulberry silk moth. Okay, the most common silk moth is mulberry silk moth. Next, the process of obtaining silk from the silkworms. Okay, silkworms നമുക്ക് എങ്ങനെയാണ് സിൽക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നോക്കാം. സോ ലൈഫ് സൈക്കിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. സോ ഫസ്റ്റ് വൺ ഈസ് റിയറിങ്. ഓക്കെ, നൗ യു ഓൾ നോ അബൌട്ട് റിയറിങ്, റൈറ്റ്? റിയറിങ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷീപ്പിനെ റിയറിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So the silkworm farmers buy the eggs of this silk moth and raise them. Okay, so the farmers buy some eggs of the silk moth and raise them. Okay, എന്നിട്ട് അതിനെ വളർത്തും. So this farmers buy ചെയ്യുന്ന എഗ്സിൽ ലാർജ് നമ്പർ മോത്ത്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സിംഗിൾ എഗ്ഗിൽ നിന്ന്. ഓക്കെ, so these eggs are generally large in numbers as a single silk moth can lay about 100 eggs at a time. Okay, at a time 100 eggs വരെ ലേ ചെയ്യാൻ പറ്റുന്ന മോത്തിൻ്റെ എഗ്സ് ആയിരിക്കും ഇവർ ബൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ എഗ്സിനെ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലായിരിക്കണം. ലൈക്ക് നല്ലൊരു ടെമ്പറേച്ചർ, അതിന് പറ്റിയിട്ടുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ ഹൈജീനിക് കണ്ടീഷനിലായിരിക്കണം നമ്മൾ ഈ ഒരു എഗ്സിനെ സ്റ്റോർ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്സ് നശിച്ചു പോവും. ഓക്കെ,
സോ ഫസ്റ്റ് എന്താണ് റിയറിങ് ആണ്. റിയറിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് ഫസ്റ്റ് ഫാർമേഴ്സ് കുറച്ച് എഗ്സ് ബൈ ചെയ്യും. അപ്പോൾ അവർ ബൈ ചെയ്യുന്ന എഗ്സ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഗ്സിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കും അവർ ബൈ ചെയ്യുക. കാരണം അതിൽ നിന്ന് ഉണ്ടാവുന്ന കാറ്റർപില്ലർ ഓർ സിൽക്ക് മോത്ത് എന്തായിരിക്കണം, ഒരുപാട് എഗ്സിനെ ലേ ചെയ്യുന്നതാണ്. എന്നാലല്ലേ അവർക്ക് വീണ്ടും ഒരുപാട് സിൽക്ക് മോത്ത് അതിൽ നിന്നുണ്ടാവും, അവർ കൊക്കൂൺസിനെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു എഗ്സ് ഉണ്ടല്ലോ, ഈ എഗ്സ് ആർ ഹീറ്റഡ് ടു ഹാച്ച് ദി ലാർവേനെ ഹാച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈം ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും, എഗ്സിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇത് ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ശ്രദ്ധിക്കും ഫാർമേഴ്സ് എന്ന് വെച്ചാൽ, ഇവർ ഹീറ്റ് ചെയ്യുന്നത് മൾബറി ലീവ്സ് ആണ് അല്ലേ. സോ അവർക്ക് ഇനഫായിട്ടുള്ള മൾബറി ലീവ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഇവരെന്ത് ചെയ്യുക, ഇതിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദി പ്രോസസ് ഈസ് കണ്ടക്റ്റഡ് ജനറലി വെൻ ദി ഫ്രഷ് ലീവ്സ് അപ്പിയർ on the mulberry trees so that the caterpillar can get enough feed. Okay, then the caterpillar feeds for 25 to 30 days. Okay, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, this larvae are kept in a clean bamboo trays. Okay, this larvae are kept in a clean bamboo trays along with freshly chopped mulberry leaves. Okay, then eggs hatch ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാർവേ വരും. സോ ഈ ലാർവേനെ നമ്മളൊരു ബാംബൂ ട്രേസിലേക്ക് കെപ്റ്റ് ചെയ്യും വിത്ത് ഫ്രഷ്ലി ചോപ്ഡ് മൾബറി ലീവ്സ് ഉണ്ട്. ആഫ്റ്റർ 25 to 30 days എന്ത് നടക്കും, ദിസ് കാറ്റർപില്ലർ സ്റ്റോപ്സ് ഈറ്റിംഗ്. അവർ ഈറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് മൂവ് ടു എ ടൈനി ചാമ്പർ ഓഫ് ബാംബു ഇൻ ദി ട്രേ. ഓക്കെ, ഈ ട്രേയിൽ ഒരു ചെറിയൊരു ചാമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്മോൾ ഒരു അറേ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഈ കാറ്റർപില്ലേഴ്സ് മൂവ് ടു ദാറ്റ് ചാമ്പർ ടു സ്പിൻ കൊക്കൂൺസിനെ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. So this caterpillars or silkworms spin the cocoons inside, which develops the silk moth. Okay, so first നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, this cocoons exposed to a sun or to a steam or kept in a boiled water. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ സണ്ണിനെ എക്സ്പോസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സ്റ്റീം എന്ന് വെച്ചാൽ ആവിയിനെ എക്സ്പോസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടറിൽ കെപ്റ്റ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ദിസ് സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ഔട്ട്. സിൽക്ക് ഫൈബേഴ്സ് എന്താവും, സെപ്പറേറ്റ് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങും. സോ ദിസ് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ത്രെഡ്സ് ഫ്രം ദി കൊക്കൂൺസ് ഫോർ യൂസ് as silk is called reeling the silk. ഓക്കെ, റീലിംഗ് ദി സിൽക്ക്. അപ്പോൾ റീലിംഗ് ദി സിൽക്ക് എന്താ മനസ്സിലായല്ലോ, ദി പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ത്രെഡ്സ് ഫ്രം ദി കൊക്കൂൺസ് ഫോർ ദി യൂസസ് സിൽക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കൂൺസിൽ നിന്ന് ത്രെഡ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റീലിംഗ് ദി സിൽക്ക് എന്ന് പറയുന്നത്. സോ ദി റീലിംഗ് ഈസ് ഡൺ ബൈ സ്പെഷ്യൽ മെഷീൻസ്. ഓക്കെ, then the silk fibers നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയില്ലേ, then it is spun into silk threads ആയിട്ട് നമ്മൾ സ്പൺ ചെയ്ത് വെക്കും. then which are woven into silk clothes by weavers. okay, then നമ്മൾ എന്ത് ചെയ്യും, ഈ സിൽക്ക് ത്രെഡ്സ് യൂസ് ചെയ്ത് ക്ലോത്ത്സ് ഉണ്ടാക്കും. ഓക്കെ, മനസ്സിലായല്ലോ സിൽക്കിൻ്റെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത്.